നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 18 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചതയം. ചന്ദ്രൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. പൊതുവെ ഗുണകരമാണ് ഇവർക്കെന്ന്. എല്ലാ തരത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വിജയത്തിലെത്തും. സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാവും. ഇന്നൊരു പക്ഷേ ലോട്ടറി എടുക്കുന്നത് പോലും അടിക്കാൻ സാധിക്കും. ഒന്നുകിൽ ഇന്ന് പണം കിട്ടും, അല്ലെങ്കിൽ ഇന്ന് എടുക്കുന്നവർക്ക് എന്തെങ്കിലും അത് അടിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലൊക്കെ സാമ്പത്തികമായ ലാഭം ഇന്നെത്തും. പ്രവർത്തനങ്ങളിൽ നല്ല വിജയമുള്ളതുകൊണ്ട് അതുതന്നെ സാമ്പത്തികമായ നേട്ടമായി മാറും. സമാഗമങ്ങളെല്ലാം ഇന്നുണ്ടാകും. വളരെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം. ഇടവം രാശി. കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. കർമ്മമേഖലയിൽ ഒരു പുനരാവിഷ്കാരം തന്നെ നടക്കും. തങ്ങളുടേതായ കഴിവുകളെല്ലാം തന്നെ തങ്ങളുടെ കർമ്മരംഗത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്ന ദിവസമാണെന്ന്. പൊതുവെ ഇവർക്കിന്ന് ഇവരുടെ സഹപ്രവർത്തകരുടെ ഇടയിലും മേലധികാരികളുടെ ഇടയിലും നല്ല പേരുണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. യാത്ര ഇന്ന് വിജയത്തിലെത്തും. ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളുമായൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പൊതുവെ ഗുണകരം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിന് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൊച്ചുമക്കൾക്കും ചെറിയ ചില അസ്ഖിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയും വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. യാത്ര മുടങ്ങിയേക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ വിദേശത്ത് പോകാൻ ഉള്ള ചില യോഗങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടവരും. പൊതുവെ ഭാഗികമായ ഗുണം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. 8ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം ആരോഗ്യകരമായ ചില വെല്ലുവിളികൾ ഉണർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശത, ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖം, അലർജി അസുഖങ്ങൾ, ശ്വാസതടസ്സം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് ധനം കൈവരുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാഗികമായി ഇന്നത്തെ ദിവസത്തെ ഗുണമെന്ന് പറയാം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ ഇന്ന് ഗുണകരമായ വാർത്ത കേൾക്കുന്ന ദിവസമാണ്. യാത്ര ഇന്ന് അതിൻ്റെ ലക്ഷ്യത്തിലെത്തും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ഇന്ന് വളരെ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെ ഗുണമുള്ള ദിവസമാണിന്ന്. ബന്ധുമിത്രാദികളുമായി ഒരുമിച്ച് നല്ല അവസരങ്ങൾ ഉണ്ടാകുവാനുള്ള, അതായത് നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരവും ഇന്ന് കാണുന്നു. കന്നി രാശി. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനം, ഉദരരോഗമോ മറ്റ് ശാരീരിക അവശതകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം. അതുപോലെ തന്നെ കടബാധ്യത പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വായ്പകൾ അനുവദിച്ച് കിട്ടുന്ന ദിവസമാണ്. തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ കിട്ടാനുള്ള വാർത്ത ഇന്ന് കേൾക്കുന്നതാണ്. അതുപോലെ ശത്രുക്കൾ മിത്രങ്ങളായി അഭിപ്രായങ്ങളൊക്കെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥയും കാണുന്നുണ്ട്. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. സന്താനങ്ങളുടെ ചെറിയ ശാരീരിക അവശതയോ മറ്റെന്തെങ്കിലും ദൗർഭാഗ്യമോ കാരണം ഇന്നത്തെ യാത്രയോ പ്രവർത്തനങ്ങളോ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരവസരത്തിലേക്ക് അത് മാറ്റിവയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പ്രത്യേകമായിട്ട് മനസ്സിനൊരു ഉണർവില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റൊരു ദിവസം മാറ്റിവെക്കുക. ഏതോ ഒരു മന്ദത അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ആലസ്യമോ ഇന്ന് മനസ്സിനെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യാത്ര മുടങ്ങാനുള്ളൊരു സാധ്യത കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം ഒരുപക്ഷെ ഇതിന് കാരണം. എന്നാൽ കുടുംബത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. വീട്ടുമൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മാതാവിനും ചെറിയൊരു ശാരീരിക അവശത ഉണ്ടായേക്കാം. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം.
പൊതുവെ ഉണർവുള്ളൊരു ദിവസമായിട്ടാണ് ഇന്ന് ധനുരാശിക്കാർക്ക്. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. പ്രവർത്തന മേഖലയിൽ കൂടുതൽ നല്ല രീതിയിൽ അവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവെ കർമ്മമേഖല പുഷ്ടി പ്രാപിക്കുന്നു. യാത്ര വളരെ ഗുണകരമായിട്ട് വരുന്നു. പെട്ടെന്നെടുക്കുന്ന പല തീരുമാനങ്ങളും ഇന്ന് തങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ ദീപ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തികളും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കണം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ പ്രവൃത്തികളും വാക്കുകളും ചിലപ്പോൾ ശത്രുവായി തങ്ങൾക്ക് മാറിയേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായി ഒട്ടും തന്നെ മോശമല്ല. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണത്തെ കൊടുക്കും. ശാരീരികമായും മാനസികമായും പ്രത്യേകമായൊരു ധൈര്യവും പ്രത്യേകമായൊരു സന്തോഷവും എനർജിയുമൊക്കെ അനുഭവിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖല കൂടുതൽ സജീവമാകുന്നു. യാത്ര വളരെ ഗുണകരമായിട്ട് വരുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് അധികരിച്ചിരിക്കാം ഇന്നത്തെ ദിവസം. യാത്ര ചിലപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുടക്കമോ അല്ലെങ്കിൽ വഴിമാറ്റമോ വന്നേക്കാം. അതുപോലെ തന്നെ പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം വെറുതെ വിനിയോഗിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങളായാലും ശരി, അതുപോലെ സാമ്പത്തിക കാര്യത്തിലെ ശ്രദ്ധയായാലും ശരി, വളരെ ജാഗ്രതയോടുകൂടി ചെയ്യണമെന്ന് പ്രത്യേകമായ നിഷ്കർഷ. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.